നമസ്കാരം. അപ്പോ ഇന്ത്യൻ 2 തീർച്ചയായിട്ടും ആ ഒരു ചിത്രത്തിന്റെ ഒന്നും പറയുന്നില്ല. കാരണം മൗനമാണ് വിദ്വാനുഭൂഷണം എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ 2-നെ കുറിച്ച് ഒന്നും പറയാനായുള്ള യോഗ്യത എനിക്കില്ല. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും അതിനോടൊപ്പം തന്നെ അവിടെ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് തീർച്ചയായിട്ടും മീഡിയകളിലൂടെയും മറ്റും എന്റെ മീഡിയയിലും ഞാൻ കുറെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വിട്ടിട്ടുണ്ട്. ഒരു സിനിമ ചെയ്യുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു സിനിമയെ ചവിട്ടിത്താഴ്ത്തുന്ന രീതിയിലോ മോശവത്തായ രീതിയിലോ അഭിപ്രായങ്ങൾ പറഞ്ഞു വിടാതെ ടൈപ്പ് ചെയ്തയക്കാതെ ആ ഒരു സിനിമയുടെ കുറവുകളും കൂടുതലുകളും എന്താണെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ കമന്റ്സ് ഇടുക. തീർച്ചയായിട്ടും ഒരു സിനിമ കണ്ട് ഇറങ്ങിയ ആ നിമിഷം തന്നെ ഇത് മോശമായ സിനിമയാണ് എന്നുള്ളൊരു സംഭവം എന്താണ് ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നത്, എന്താണ് ആ സിനിമ സത്യവത്തായി പറയാൻ സാധിക്കുന്നതിനെ കുറിച്ച് വിവരിക്കുക. അത് മോശമാണ് സിനിമ, അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള പടമാണ്, ചിത്രം കൊള്ളില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഞാൻ അതിനോട് ഇന്ന് ഇന്ത്യൻ 2 റിലീസായ ദിവസമാണ്. ആ ഒരു സിനിമയ്ക്ക് ശേഷം എനിക്ക് ആ ഒരു ചിത്രത്തെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. കാരണം ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗം ഇപ്പോഴും ഹൃദയത്തിലുണ്ട്. അപ്പൊ ആ ഒരു ചിത്രത്തിലെ കമൽഹാസൻ, ഉലകനായകൻ ശങ്കർ ചെയ്ത ഒത്തിരി നല്ല ചിത്രങ്ങൾ പ്രേക്ഷക മനസ്സുകളിലുണ്ട്. അത് ഈ ഒരു ഹൃദയത്തിലുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ശങ്കറിന്റെ ആ ഒരു മൂവ്മെന്റ്സ് അങ്ങനെ തന്നെ ഈ ഹൃദയത്തിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു വാക്കാലെ ഞാൻ ഇന്നത്തെ സിനിമയുടെ ഇത് പറയുന്നില്ല. ഇന്നത്തെ സിനിമയുടെ ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം മാത്രം പറയാതിരിക്കാൻ വയ്യ. കാരണം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യന്റെ കയ്യൊപ്പില്ലാത്തൊരു ചിത്രം, അതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും പറയും. കാരണം AR റഹ്മാന്റെ ഇന്ത്യൻ ആദ്യ ഭാഗത്തിൽ AR റഹ്മാന്റെ മ്യൂസിക് കേട്ടവർ ആരും മറക്കില്ല. ഈ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം കണ്ടവർക്ക് ഒട്ടും തന്നെ ബോധ്യമാവാത്ത രീതിയിൽ, ഇഷ്ടപ്പെടാത്ത രീതിയിൽ, സുഖകരമല്ലാത്ത രീതിയിലാണ് ഇന്ത്യൻ 2-ലെ മ്യൂസിക് അല്ലെന്നുണ്ടെങ്കിൽ അതിലെ പാട്ടുകൾ സ്വീകരിക്കാൻ സാധിച്ചില്ല. കാരണം പ്രേക്ഷകരുടെ ഓരോ അഭിപ്രായങ്ങൾ നേരിട്ട് കേട്ടൊരു വ്യക്തിയാണ് ഞാനെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് മാത്രമാണ് എനിക്ക് വിവരിക്കാനുള്ളത്. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യനെ ഒഴിവാക്കിയത്, അതിനെക്കുറിച്ച് ശങ്കർ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒഴിവാക്കിയതല്ല, എന്നാൽ കൂടിയും ആ ഒരു കുറവ് അതിഭയങ്കരമായിരുന്നു. തീർച്ചയായിട്ടും അതിൽ ഒരു സോങ്ങിന്റെ ഒരു BGM അല്ലെങ്കിൽ മ്യൂസിക്കോ അല്ലെന്നുണ്ടെങ്കിൽ സോങ്ങോ ഹൃദയത്തിൽ ഇരിക്കാത്ത തരത്തിലാണ് ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞാനിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ആ ഒരു ചിത്രത്തിന്റെ ഓരോ കമന്റ്സുകളും എന്നെ കമന്റ് ബോക്സിൽ ഇടുക. AR റഹ്മാനാണോ അനിരുദ്ധാണോ, തലം ഏത് ലെവൽ എന്നുള്ള കാര്യം. ഈ ഒരു ചിത്രത്തിൽ പറയാനുള്ളത്, AI സാങ്കേതിക വിദ്യയിലൂടെ മൺമറഞ്ഞു പോയ അല്ലെങ്കിൽ നമ്മൾ നിന്ന് അകന്നു പോയ നെടുമുടി വേണു സാർ, വിവേക് സാർ എന്നിവരെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരികയും അത് മലയാളികളുടെ ഒരു ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയും ചെയ്ത ഒത്തിരി സീനുകൾ മൂവ് ചെയ്തു പോയിട്ടുണ്ട്. ആ ഓരോ സീനും ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ഒരു രോമാഞ്ചം എന്ന് വേണം പറയാൻ. അപ്പൊ ഈ ഒരു ചിത്രത്തിന് ശേഷം ഇനി ക്ലൈമാക്സിൽ ഇന്ത്യൻ 3 എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായ കുറവുകൾ ഇന്ത്യൻ 3 എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ ഉൾപ്പെടുത്തി വളരെ കൃത്യമായ രീതിയിൽ തന്നെ പ്രേക്ഷകരിൽ എത്തിക്കുമെന്നും തീർച്ചയായിട്ടും വമ്പൻ ഹിറ്റാകാനുള്ള സാധ്യതയുള്ള ഇന്ത്യൻ 3ക്ക് വേണ്ടി വീണ്ടും പ്രേക്ഷകർ കട്ട വെയിറ്റിംഗ് ആണെന്നാണ് ഇപ്പോഴും പറയുന്നത്. കാരണം ഒത്തിരി ഹിറ്റ് ചാർട്ടുകളിൽ എത്തിച്ച ശങ്കറിന്റെ ഒത്തിരി നല്ല സിനിമകൾ കണ്ട് വീണ്ടും കാണാനുള്ള ആവേശത്തോടു കൂടിയാണ് പ്രേക്ഷകർ ഇന്നും തിയേറ്ററിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ 3 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ കാത്തിരിപ്പ് ഇനി അധികം നീളില്ല എന്നുള്ളതാണ് ശങ്കർ സാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ് എല്ലാ പ്രേക്ഷകരും. അപ്പോൾ തീർച്ചയായിട്ടും കമന്റ് ഇടുക ഫ്രീഡം ഫൈറ്റർ.